ബിജോടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ ചർച്ച ചെയ്ത് വളരെ ഹിറ്റായിട്ടുള്ളൊരു വിഷയമാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന വിഷയം. അത് നമ്മൾ ചർച്ച ചെയ്ത ശേഷം കേരളത്തിൽ ഒരുപാട് ഓൺലൈൻ മീഡിയകൾ അത് ചർച്ച ചെയ്തു. അതിൽ സന്തോഷം. അതുപോലെ സമാനമായിട്ടുള്ളൊരു വിവാദം ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല എന്ന ചോദ്യം പല ഭാഗത്തുനിന്നും ഉയർന്നിട്ടുണ്ട്. ആ വിവാദമാണ് പലരും കേട്ട് കാണും ഇതിനോടകം തന്നെ. ഐ ലവ് മുഹമ്മദിന് ശേഷം ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വിവാദം മുഹമ്മദ് ദീപക് വിവാദം. എന്താണ് ഈ മുഹമ്മദ് ദീപക് വിവാദം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യസഭയിലെ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് മുഹമ്മദ് ദീപക്കിനെ കാണാനായി പോയിരുന്നു. അദ്ദേഹത്തിന് സോളിഡാരിറ്റി ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ മുഹമ്മദ് ദീപക് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോറി അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ ഒരു ബ്രീഫ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മുഹമ്മദ് ദീപക് അല്ല. അദ്ദേഹം ദീപക് കുമാർ എന്ന് പറയുന്ന ഒരു ജിം ഉടമയാണ്. ദീപക് കുമാർ അയാൾ ഒരു ഹിന്ദുവാണ്, ഒരു ഹനുമാൻ ഭക്തനാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ റൈറ്റ് വിംഗ് മെമ്പേഴ്സ് വെയർ പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഷോപ്പ് സ്കൂൾ claiming the word Baba was exclusive to ഹിന്ദു ട്രഡീഷൻ. അതായത് ബാബ ഗാർമെന്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഉത്തരാഖണ്ഡിലെ റൈറ്റ് വിംഗ് മെമ്പേഴ്സ് പ്രൊട്ടസ്റ്റ് ആരംഭിച്ചു, അതായത് പ്രതിഷേധം ആരംഭിച്ചു, അല്ലെങ്കിൽ സമരം ആരംഭിച്ചു. ഇതെന്തിനാണ് സമരം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഈ ബാബ ഗാർമെന്റ്സ് എന്ന് പറയുന്ന പേരിലെ ബാബ എന്ന് പറയുന്നത് ഹിന്ദു ട്രഡീഷന് എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഹിന്ദു ട്രഡീഷനിലെ ഒരു പേരാണ് ഈ ബാബ ഗാർമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ആമസോണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പിലൊക്കെ ഹിന്ദു ദേവതകളുടെ പടമൊക്കെ അടിച്ചു വരുമ്പോൾ നമ്മൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്താറുണ്ട്. അപ്പൊ അതുപോലെ ഉത്തരാഖണ്ഡിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. ഇപ്പോ വാരണാസി പോയി കഴിഞ്ഞാൽ അവിടെ ഗംഗയിൽ മൃതദേഹം ഒഴുകി നടക്കുന്നത് കാണാം. പക്ഷെ നമ്മുടെ ഇവിടെ അഷ്ടമുടി കായലിൽ ഒഴുകി നടക്കുന്നത് കണ്ടാൽ അത് വലിയ വിവാദമാവും. അങ്ങനെ പല കോണ്ടെക്സ്റ്റിലും പല സ്റ്റേറ്റുകളിലും പല കൾച്ചറുകളാണ്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പോ അങ്ങനെ അവിടെ ഈ ബാബ ഗാർമെന്റ്സ്, സ്കൂൾ ഗാർമെന്റ്സിന്റെ അവിടെ ഈ പ്രതിഷേധം നടക്കുന്ന കണ്ടിട്ട് when the mob confronted ദീപക് കുമാർ and demanded to know his identity, അതായത് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ചാടി ഇറങ്ങുന്നു. ദീപക് ചാടി ഇറങ്ങിയിട്ട് ബാബ ഗാർമെന്റ്സിന്റെ മുമ്പിൽ അദ്ദേഹം നെഞ്ചു പിരിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ജിം ട്രെയിനറാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ആ സമയത്ത് എന്താണ് തോന്നിക്കാണും, എന്റെ ഈ മസിലൊക്കെ കാണുമ്പോൾ ഇവര് പോവും എന്ന് ചിലപ്പോൾ അങ്ങനെ തോന്നിക്കാണാം. അല്ലെങ്കിൽ അദ്ദേഹം ജെന്യുവിനായിട്ട് തന്നെ ജെന്യുവിനായിട്ടാണ് നിന്നത് എന്നും നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ജെന്യുവിനായിട്ട് അല്ലെങ്കിലും ആണെങ്കിലും അദ്ദേഹം അത് ആ ഗാർമെന്റ്സിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു, നിന്ന് തടഞ്ഞിട്ട് പറയുന്നു ഈ പേര് ഇവിടെ തന്നെ കാണുമെന്ന് പറയുന്നു. അപ്പോ അവിടെയുള്ള റൈറ്റ് വിംഗ് മെമ്പേഴ്സ് നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അതിന്റെ ഉദ്ദേശം അറിയാലോ, അതായത് നീ ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് അറിയാനാണ് നിന്റെ പേര് ചോദിക്കുന്നത്. അപ്പോ പറയുന്നത് എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണെന്ന് പറയുന്നത്. അതായത് ഒരു ഹിന്ദു ആയിട്ടുള്ള പേരാണ്, അതിന്റെ ഫ്രണ്ടിൽ മുഹമ്മദ് കൂടെ ചേർത്തു. രാജ്യമെമ്പാടും പടർന്നു പിടിക്കാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ കേരളത്തിലും കുറച്ച് ആൾക്കാർ മുഹമ്മദ് വിഷ്ണു, മുഹമ്മദ് ശിവൻ, മുഹമ്മദ് ഭദ്ര എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വളരെ ക്ലിച്ച് പിടിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു ഐഡന്റിറ്റി മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞു. മേരാ നാം മുഹമ്മദ് ദീപക് ഹേ, മൈ നെയിം ഈസ് മുഹമ്മദ് ദീപക് ടു സിഗ്നിഫൈ സോളിഡാരിറ്റി ആൻഡ് ഡിഫയൻസ് അഗൈൻസ്റ്റ് കമ്മ്യൂണൽ ബുള്ളിയിങ്. He later explains his action to India today by stating, I am Hindu and proud of my religion, but before that I am Indian. If we consider each other's enemies, how will this country move forward? അദ്ദേഹം പറയുന്നത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വലിയൊരു പ്രസംഗമൊക്കെ അദ്ദേഹം നടത്തുന്നു. എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഞാനും എന്റെ അയൽപ്പക്കക്കാരനും, അദ്ദേഹം ഏത് മതമോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹവും ഞാനും തമ്മിൽ ഒരു ശത്രുതയിൽ പോയി കഴിഞ്ഞാൽ, സഹവർത്തിത്വത്തിൽ പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രാജ്യം തന്നെ സ്തംഭിച്ചു പോകില്ലേ എന്ന് അദ്ദേഹം പറയുന്നു. ദീപക് ഹാസ് ഫേസ്ഡ് ഇമെൻസ് പ്രഷർ ഇൻക്ലൂഡിംഗ് ബീങ് നെയ്മഡ് ഇൻ ആൻ FIR ബട്ട് ഹാസ് റിസീവ്ഡ് വൈഡ് സ്പ്രെഡ് സപ്പോർട്ട് ഫോർ ഹിസ് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് റിലീജിയസ് ഇൻടോളറൻസ്. അതായത് ഈ മതപരമായിട്ടുള്ള അസഹിഷ്ണുതയ്ക്കെതിരെ നിലനിന്ന ദീപകിന് എതിരെ FIR ഇട്ടു പോലീസ്. പോരാത്തതിന് ദീപകിന് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സപ്പോർട്ടും കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീപക് നടത്തിയിരുന്ന ജിമ്മുണ്ട്, 150 പേരടങ്ങുന്ന ഒരു ജിമ്മാണ് ദീപക് നടത്തിയിരുന്നത്. അത്യാവശ്യം നല്ല ജിമ്മാണ്, നല്ല വരുമാനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ ജിമ്മിലെ ആൾക്കാർ സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞു പോകുന്ന മാത്രമല്ല, ഈ 150 പേരുടെ ജിമ്മിൽ നിന്നും 15 പേരായി ആ ജിമ്മിലെ ആൾക്കാർ മാറി. 15 മെമ്പേഴ്സ് മാത്രമേ ഇപ്പോൾ ജിമ്മിനുള്ളൂ. അപ്പൊ ഇത് കേരള സുഡാപ്പികൾ ഇതൊരു സുവർണാവസരമായി കണ്ടിരിക്കുകയാണ്. കേരള സുഡാപ്പികൾ അത്
കണ്ട് അവനെന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന് 40,000 രൂപ എവിടെ നിന്നാണ് ഇത് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് പറയുകയാണ്, എല്ലാം മറ്റേ പിരിച്ച് പറയുകയാണ് എക്സ്പെൻസ് ഒക്കെ. 40,000 രൂപ വാടക കൊടുക്കണം, 16,000 രൂപ അദ്ദേഹത്തിന് EMI ഉണ്ട് എന്ന് പറഞ്ഞ് ആരുടെ QR കോഡാണെന്ന് എനിക്കറിയില്ല, ഒരു QR കോഡുമായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, അതായത് ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾ എതിർക്കുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളല്ല, ആദ്യം വരുന്നത് നിങ്ങളെയാണ്. അതിന്റെ ഉദാഹരണമാണ് ദീപക് എന്നൊക്കെ പറഞ്ഞത് ഒരു സുവർണാവസരമായി കണ്ട് അവരിറങ്ങിയിട്ടുണ്ട്. അപ്പൊ വിചേട്ട, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്കുള്ളത്. ഇത് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലും ഉത്തരേന്ത്യ മുഴുവൻ സഞ്ചരിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാൻ കാരണം? അവിടെ പഴയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോ. കാരണം അന്നൊക്കെ ഇതൊന്നും അങ്ങനെ ചോദിക്കാനും പറയാനൊന്നും വലിയൊരു കൂട്ടം ജനമൊന്നും വരില്ലെങ്കിൽ പോലും ഇപ്പൊ കുറച്ചുകൂടൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ, അതായത് ഇപ്പോ നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾക്ക് സമീപം തന്നെ എത്രയോ ഇതര മതസ്ഥരുടെ കട ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ നടത്തുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തില്ലേ, അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തില്ലേ, എല്ലാ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് അത് തോന്നും, അത് തെറ്റാണ്, തങ്ങളുടെ മതം ഉപയോഗിച്ചിട്ട് ഈ ഇതണക്കുള്ള നോൺ വെജും എന്താണ് ഹലാൽ ഫുഡും ആണോ വിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്, അയാളുടെ റൈറ്റ് ആണ്. അപ്പോ അങ്ങനെ ചോദ്യം ചോദിക്കുന്നു. ബാബ എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദിച്ചതിന് ശേഷം ഈ ദീപക് അവിടെ എത്തുന്നു. ഒന്നുകിൽ അയാള് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാകാം, അതല്ലാതെ പ്രത്യേക ഇന്റൻഷൻ ഒന്നും ആയിക്കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ പബ്ലിസിറ്റിയോ ഇല്ലെങ്കിൽ ഞാനൊരു സംഭവമാണെന്ന് എളിയാനോ ആയിരിക്കാം. ആ വിഷയത്തിൽ അവിടെ വരുന്നു. ഈ പേര് ഇവിടെ തന്നെ കാണും, അത് ഞാനാണ് പറയുന്നത്, ഞാൻ മുഹമ്മദ് ദീപക്കാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഇറക്കുന്നു. ഇടതുപക്ഷ MP ശ്രീമാൻ ജോൺ ബ്രിട്ടാസൊക്കെ അദ്ദേഹത്തെ പോയി കാണുന്ന അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു ഏതെങ്കിലും ഒരു സംഘടനയുടെ മാസ് മൂവ്മെന്റ് ഒന്നും ആയിരുന്നില്ല. ഒരു പറ്റം ആളുകൾ തദ്ദേശീയരായിട്ടുള്ള, കാരണം ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ദേവനഗരിയാണ്, ദേവസ്ഥാനമാണത്. കാരണം 35% ബ്രാഹ്മണരും ഈ വൈദിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അത്തരത്തിൽ ധാരാളം ക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. അത് ചെറിയൊരു വിഷയമാണ്. ഈ വിഷയം ഐ ലവ് യു മുഹമ്മദിന്റെ വിഷയം ഒന്ന് തന്നെയാണ്. ഐ ലവ് യു മുഹമ്മദിന്റെ വിഷയവും പറഞ്ഞു തീർത്ത് സെറ്റിലായ ഒരു വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് സുഡാപ്പികൾ 8ന്റെ പണിയാണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെയാണ് ഈ സാധനം. ഇതിവിടെ വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ പോലീസിന് കൈകാര്യം ചെയ്യാനുള്ള ഒരു വിഷയം. പക്ഷെ അത് കുറച്ചുകൂടി കത്തിച്ച് പുള്ളി അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചത് വേറൊരു വിവാദത്തിലേക്ക് പോയി. പക്ഷെ ഇദ്ദേഹത്തിന്റെ ജിമ്മിൽ നിന്ന് സ്വാഭാവികമായി തന്നെ ഒരു വലിയ വിഭാഗം ഹിന്ദുക്കളാണ് അതിൽ നിന്ന് പോയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 150 പേരുള്ള ജിം ഇപ്പൊ 15 പേരേ ഉള്ളൂ. ബാക്കി അത്രയും പേര് പോയി. സ്വാഭാവികമായി അവർക്ക് അത് വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. കാരണം മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരാളല്ല, കാരണം ഹനുമാൻ ഭക്തനാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഒരു ഹനുമാൻ ഈ ജിമ്മിൽ വരുന്നവർ പല രീതിയിൽ വരുന്നവരുണ്ട്. അതായത് ട്രെയിനറുടെ കഴിവ് കണ്ട് വരുന്നവരുണ്ട്, ട്രെയിനറുടെ ബോഡി കണ്ട് വരുന്നവരുണ്ട്. പിന്നെ ഈ അദ്ദേഹം ഒരു ഹനുമാൻ ഭക്തനാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ വരുന്ന വിശ്വാസ സമൂഹങ്ങളുണ്ട്. കാരണം അതിന് ഈ ഹനുമാനാണല്ലോ ഈ ബലത്തിന്റെ ഒരു ദൈവം കൂടി. അങ്ങനെ വരുന്നവരുണ്ട്. ആ ഒരു സുപ്രഭാതത്തിൽ ഈ ഹനുമാൻ മുഹമ്മദായി മാറുമ്പോൾ അതുവരെ ഹനുമാനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവർ ഹനുമാനിൽ നിന്ന് പോകും, സ്വാഭാവികമല്ലേ? കാരണം ഓൾറെഡി ഹനുമാൻ ഉള്ളപ്പോഴാണ് അവരൊരു ഹനുമാൻ ബിംബമായ ഒരു ട്രെയിനറെ കണ്ടിട്ട് ആ ജിംനേഷ്യത്തിൽ വരുന്നത്. ആ ട്രെയിനർ മാറി, ഹനുമാനിൽ നിന്ന് പുള്ളി കൺവെർട്ട് ചെയ്ത് മുഹമ്മദിലേക്ക് പോയി, പേരില്ലെങ്കിലും. ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്ട്രാറ്റജി ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഈ സുഡാപ്പികളുടെ ഇടയിലാണ്. നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വന്ന സമയമുണ്ടല്ലോ, ഈ പൗരത്വ നിയമ ഭേദഗതിയൊക്കെ വന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങൾ ഇതുപോലെ ബഹിഷ്കരണത്തിന് ഇരയായിട്ടുണ്ട്. ഒരു വാർത്ത കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇവർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കുടുംബത്തിന് കുടിവെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം വരുന്നു. അത് മാധ്യമങ്ങളിൽ ദൗർഭാഗ്യവശാൽ പെട്ടെന്നൊരു വാർത്തയായപ്പോൾ തന്നെ അവിടെയുള്ള SDPയുടെ ആൾക്കാരൊക്കെ ഓടി വന്നില്ല, അങ്ങനെയല്ല, ഇത് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തക്കിട പറഞ്ഞ് ഒഴിയുന്നു. എന്തിനു പറയുന്നു, ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ബഹിഷ്കരണം. അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ചാനലിൽ അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും എന്നെ പുറത്താക്കണം, ഞാൻ ഈ പൗരത്വ ഭേദഗതിക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹിഷ്കരണം. അപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട് നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു പ്രഷറൈസ് ചെയ്ത് ഇപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞൊരു കാര്യമുണ്ട്, യോഗി ആദിത്യനാഥ് മെനങ്ങാന്ന് 4 പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വലിയ വിവാദമായി കേരളത്തിൽ. അതായത് 100 ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം കുടുംബത്തിന് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും, പക്ഷെ 100 മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ ഒരു ഹിന്ദു കുടുംബത്തിന് സന്തോഷമായി ജീവിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇന്ത്യയല്ല കോട്ട് ചെയ്യുന്നത്,
നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നോക്കൂ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് നോക്കൂ, അവിടെ എന്താണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഇത്തരത്തിലൊരു വിഷയം കണ്ടിട്ടുള്ളത് ഇവർക്കിടയിലാണ്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള ആ ഒരു മതമൗലികവാദ സെറ്റപ്പ് ആ ഒരു രീതിയിൽ പോകുന്ന അവർക്കിടയിലാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു അതിന്റെ കറക്റ്റ് ഒരു സിമിലാരിറ്റി കറക്റ്റ് ഇവിടെ അതായത് ആരും പറയാതെ ഒരു ഏകീകരണം വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഈ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക്. പക്ഷെ ഈ ഏകീകരണം ഒരു എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത് സ്വാഭാവികം മാത്രമാണ് ധനുഷ്. അത് കാരണം അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇന്ത്യയിലെ ഹിന്ദുമതം, ഇല്ല ഹിന്ദുമതത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്രയും നാള്. പക്ഷെ അതെന്ത് പറ്റും വെച്ചാൽ നമ്മള് എവിടുന്നെങ്കിലും ഇപ്പൊ ധനുഷ് നേരത്തെ വന്നിട്ട് വെള്ളം കിട്ടാത്ത ആ കുടുംബത്തിന്റെ മനസ്സിൽ ഇതുകണക്കുള്ള ഒരു വികാരങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ കുടുംബത്തിന് പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുമായിരിക്കാം ഒരു പക്ഷെ. ഇത് പലയിടത്തും ഉണ്ടാകാം. വ്യാപകമായ രീതിയിൽ നിർബന്ധിത മതപരിവർത്തനം സഹിച്ചിരുന്ന ഒരു രാജ്യമാണിത്. പക്ഷെ ഇപ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അത് വിവാദമായിരിക്കാം. അതിനൊന്നും സംഘപരിവാറാണെന്ന് വർഗീയത എന്ന് പറഞ്ഞു നിങ്ങൾ ഇടുമ്പോൾ അത് ബെർമുഡയും ഞങ്ങൾ ഇടുമ്പോൾ അത് വള്ളിക്കളസവും ആകുന്നില്ലല്ലോ. രണ്ടുപേരും ഒരേ നമ്മൾ പറയുന്നത് ഒന്നുകിൽ എല്ലാവരും സമാധാനത്തിൽ മുമ്പോട്ട് പോവുക, അതല്ല എങ്കിൽ ഒരാൾ ചെയ്യുന്നതിന് തെറ്റെന്ന് വിമർശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക ഇവരെ എങ്ങനെയാണ് നമ്മൾ ഈ പരുവത്തിലേക്ക് എത്തിച്ചതെന്നുള്ളത്. ഇത് മുമ്പൊന്നും ഇല്ലായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ രാജ്യത്തെ ഇല്ലെങ്കിൽ ഇവരെ എത്തിച്ചത്? 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ തന്നെ അങ്ങനെയൊന്നും എത്തിയില്ലേ? അതിനുശേഷവും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് കലാപം ഉണ്ടാക്കി, വോട്ടിന് വേണ്ടി സ്പ്ലിറ്റ് ഉണ്ടാക്കി പാവം പിടിച്ച ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ മനസ്സിലേക്ക് ഭീതി വിതച്ച് അവസാനം ഇപ്പോൾ അതിന്റെ കാറ്റ് ഏറ്റുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ തിരിച്ചടി ഏറ്റുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ കാണുന്നത്. കാറ്റിനെ കൊടുങ്കാറ്റാക്കി എന്നുള്ളതാണ് സത്യം. കാരണം ഈ എല്ലാ റിയാക്ഷനും എല്ലാ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാകും, സ്വാഭാവികം മാത്രം. അല്പം വൈകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പരുവത്തിലേക്ക് ആക്കിയെടുത്തത് ആരാണ്? ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ഈ ജോൺ ബ്രിട്ടാസ് അവിടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എന്തിന്റെ പേരിലാണ്? ഈ കേരളത്തിൽ എത്രയോ പേര് അവാർഡുകളും കാര്യങ്ങളും അവിടെ എവിടെയെങ്കിലും ജോൺ ബ്രിട്ടാസ് വന്നായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓടി അവിടെ പോയത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ മതേതരത്തിന്റെ ആളാണ്, ഇസ്ലാമിക വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രമാണ് പോയത്. മതേതര വോട്ടൊന്നും അതിൽ വോട്ടൊന്നും ഇല്ല. അപ്പം ഇങ്ങനെയാണ് അവിടെ പോയത്. പക്ഷെ അവിടുത്തെ ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ സ്ഥാപനത്തിൽ വരുന്നവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇയാള് വേണ്ട എന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് പോയിരുന്നു പഠിക്കും. അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയക്കാര് മതത്തെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ഈ നശിച്ചു പോയൊരു മതമാണ് ഈ നശിച്ചെന്ന് വെച്ചാൽ മനസ്സും അടുത്തൊരു മതമാണ് ഹിന്ദുമതം എന്ന് പറയാം. കാരണം ഈ വരുന്നവനും പോകുന്നവനും ഒക്കെ ഇവിടെ ന്യൂനപക്ഷ പീഡനം നടത്തുകയും അവന് വേണ്ടി വാദിക്കുന്ന മാധ്യമങ്ങളിൽ ഉള്ളിടത്തുമാണ് പതുക്കെ ഹിന്ദു ഉണരാൻ തുടങ്ങി. കാരണം അവര് മനസ്സിലായി എന്റെ കാര്യം ഞാൻ തന്നെ ചോദിക്കേണ്ട സ്ഥിതിയിലേക്കാണ്. ഞാൻ നട്ടലോർത്ത് ഞാൻ ഹിന്ദു ആണെന്ന് പറയാത്തടത്തോളം കാലം ഈ രാജ്യത്ത് അടിമകളെ കണക്ക് എനിക്ക് ജീവിക്കേണ്ടി വരുമെന്ന്. ഇന്നും ഈ വിവരമില്ലാത്തവരും അപരിഷ്കൃതരുമാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എത്രയോ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, എത്രയോ നവസഭക്കാരുണ്ട്, ഞങ്ങളാണ് ഇവിടുത്തെ വലിയവരെന്ന് പറയുന്നത്. ഇത് കേട്ട് എത്ര നാൾ നിൽക്കാൻ കഴിയും? സ്വാഭാവികമായി ചോദിക്കും തിരിച്ച്. ഇവിടെ സംഭവിച്ചത് അതാണ്. ഏതായാലും ധനുഷ് പറഞ്ഞ ഒരു പോയിന്റാണ് ഇപ്പൊ എനിക്ക് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സംഘപരിവാർ ഒന്നല്ല ഇവിടെ ഹിന്ദു ഏകീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ പോലും ഈ ഭജൻസിനായാലും കുംഭമേളയ്ക്കായാലും ഒക്കെ ആരുടെയും ആഹ്വാനമില്ലാതെ അവർക്ക് ഒത്തുകൂടാൻ പറ്റുന്നെങ്കിൽ ഇത് നേരത്തെ മുതലേ ഇത്തരം ചിന്താഗതികളുള്ള നോർത്ത് ഇന്ത്യയിൽ എന്താകും അവസ്ഥ? ഇതൊന്നും ഇതിപ്പോ എന്താ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർ ഈ വർഗീയത അല്ലെങ്കിൽ ഇവർ ഈ മറ്റേ എന്താ പറയുക, ഈ രാജ്യം നശിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ. ഇത് ചൂണ്ടിക്കാണിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹിന്ദു ഏകീകരണമാണ്. ഇപ്പൊ ഉദാഹരണം, കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു അൾട്രാ കമ്മി ചാനലാണ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിനകത്തിരുന്ന് ഒരു പെണ്ണുപിള്ള പറയുകയാണ് മറ്റേ ഈ കുംഭമേള, കേരളത്തിൽ നടന്ന കുംഭമേള അത് ഒരു വർഗീയതയുടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ഊടുപാടും അങ്ങ് അവഹേളിക്കുകയാണ് ഈ സാധനത്തിന്. അപ്പോൾ അങ്ങനെ ഈ അവഹേളിക്കുന്ന ഒരു കുംഭമേള വന്നതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടായില്ല. കുംഭമേള വന്നതുകൊണ്ട് ഇവിടെ മെച്ചമുണ്ടായതാണ്. ആ മലപ്പുറത്തെ തിരുനാവായയുടെ അടുത്തുള്ള മുസ്ലിം കുടുംബങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്ത് സുന്ദരമാണ് ഈ സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ നമ്മൾ ആചരിക്കാത്തൊരു സാധനം, ആചരിക്കാത്തതെന്ന് പറയാൻ നമ്മുടെ മതത്തിലുള്ള സാധനമാണ്, പക്ഷെ നമ്മളത് ആചരിക്കാതിരുന്നാൽ ഇവർക്ക് സന്തോഷം. നമ്മൾ ആചരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ പറയുന്നത് നമ്മൾ വർഗീയവാദികളാണ്, നമ്മൾ ആരെയും അടിക്കുകയും വേണ്ട, ഇടിക്കുകയും വേണ്ട, കൊല്ലേം വേണ്ട, തല്ലേം വേണ്ട. എന്നാൽ കൊല്ലുന്നതും തല്ലുന്നതും തലവെട്ടുന്നതുമായിട്ടുള്ള ടീംസ് അപ്പുറത്തുണ്ട്.
അങ്ങനെയുള്ള ടീംസ് ഒക്കെ ഇവർക്ക് മതേതരലാണ്. കാരണം അവരത് ചെയ്താൽ കുഴപ്പം. പക്ഷെ നമ്മൾ ഇതൊന്ന് ആചരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണ്. ഈ കിഷോർ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം വലിയ ഹിറ്റായിരുന്നു. അതായത് എന്ത് ചെയ്യും, എന്താണ് നിങ്ങൾ ജീവിതത്തിൽ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും 2014 പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാറ്റുമെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒരു വർഗീയത ഭയങ്കരമായി, ഇത് ഡിക്കേറ്റ്സ് എടുക്കും ഇനി, അതായത് ഇത് നൂറ്റാണ്ടുകൾ എടുക്കും ഇത് ഇനി മാറാനായിട്ട്, തുടച്ചു നീക്കാനായിട്ടെന്ന് പറയും. എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ പുള്ളിക്കാരൻ വർഗീയത എന്ന് പറയുമ്പോഴും ഈ എന്താണ് ഒരു 10,000 1000 10,000 ഹിന്ദുക്കൾ കാവി ഉടുത്ത് അവരുടെ ആചാരം അനുഷ്ഠിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു ഒത്തുകൂടി കഴിഞ്ഞാൽ അതാണ് ഇവർ കാണുന്ന വർഗീയത എന്ന് പറയുന്നത്. അതാണ് ഇവർക്ക് മെയിനായിട്ട് വർഗീയത. കാരണം അവരവിടെ കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ പറയുന്നത് അവരവിടെ കൂടി നിൽക്കുകയാണ്, ഇതെന്തോ വലിയ BJPയുടെ പരിപാടിയാണ്, ഇതെന്തോ വലിയ സംഘപരിവാറിന്റെ പരിപാടിയാണ് എന്നവരങ്ങ് വ്യാഖ്യാനിച്ച് വിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ചാടി വീഴുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെയും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ഇതിപ്പോ ഏത് സംഘടന ഇപ്പൊ ഇവിടെ എനിക്ക് ചിരി വരുന്നൊരു അതിപ്പോ പൊളിയും. എന്ത് സംഭവിച്ചില്ല അത് ബജരംഗാണെന്നാണ് പറയുന്നത്. ബജരംഗൾ അത്ര വലിയ സംഘടന അല്ല ഇന്ത്യയില്, അത് ആദ്യം മനസ്സിലാക്കുക. എല്ലായിടത്തും അവർക്ക് യൂണിറ്റ് ഒന്നുമില്ല, ഒരു വലിയ സംഘടനയല്ല. എന്ത് കണ്ടാലും ബജരംഗൾ. ഇതെനിക്ക് ഓർമ്മ വരുന്നത് 1970-കളിലും 80-കളിലൊക്കെ കേരളത്തിൽ ഒരു കള്ളം കയറിയാൽ ഉടനെ പറയുന്നുണ്ട് നക്സൽ ആക്രമണം എന്ന് പറയും. അന്ന് ഈ നക്സലിസം ഒക്കെ കേരളത്തിലൊക്കെ ശക്തമായിരിക്കുന്ന കാലമാണ്. വെള്ളത്തൂവൽ സ്റ്റീഫൻ, അജിത, അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തും പറയും നക്സൽ. അപ്പൊ രാത്രി ഒളിസേവയ്ക്ക് പോകുന്നവന്മാരുണ്ട്. ഒളിസേവയ്ക്ക് പോയിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ട് ആൾക്കാർ ഓടിക്കൊടുമ്പോൾ പറയും നക്സൽ ആക്രമണമാണെന്ന് തോന്നുന്നു. എല്ലാം നക്സലിന്റെ തലക്കാണ് അന്ന് വെച്ചു കൊടുത്തോണ്ടിരുന്നത്. പിന്നീട് ഇപ്പൊ അത് എന്ത് വന്നാലും അത് ബജരംഗളിന്റെ തലക്കാണ് വെച്ചു കൊടുത്തിരുന്നത്. ഇത് ബജരംഗളോട് കുലബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട. രണ്ടാമത്തെ ഒരു കാര്യം, ബ്രിട്ടീഷുകാരുടെ കാലത്തായാലും മുഗളന്മാരുടെ കാലത്തായാലും ഇവിടുത്തെ ഈ മതലോബികളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഇത്രത്തോളം നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു മതവും സംസ്കാരവും ഉണ്ടെങ്കിൽ അത് ഹിന്ദു മാത്രമാണ്. ഇന്ന് അവൻ നിവർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്നു. അതിന് BJPക്കാർ സഹായിച്ചതോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായിച്ചതോ അല്ല. ഇന്ന് അവൻ നട്ടൽ ഉയർത്തി അവന്റെ സ്വത്വത്തെ തിരിച്ചറിയുന്നതും തിരിച്ചു ചോദിക്കാനും അവൻ പഠിച്ചിരിക്കുന്നു. അവൻ അത് ചോദിക്കുമ്പോൾ അവന്റെ ഈ ശിവനെയും ദേവിമാരെയൊക്കെ എത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട് ഈ കേരളത്തില്. സരസ്വതി ദേവിയുടെ നഗ്ന ചിത്രം വരച്ചില്ലേ രാമവർമ്മ കോളേജിൽ? ഇല്ലേ? ശിവനെ എത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട് കേരളവർമ്മ കോളേജിൽ. ശിവനെ എത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട്, ദേവിമാരെ എത്രത്തോളം അവഹേളിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ അവർക്കൊക്കെ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ഹിന്ദു ദൈവങ്ങളെ കളിയാക്കുക, അപമാനിക്കുകയായിരുന്നു കമ്മികളുടെ ഒരു പ്രധാന ലക്ഷ്യം. കോൺഗ്രസ്സുകാർ രഹസ്യമായിട്ട് ചെയ്തു വോട്ടിന് വേണ്ടിയിട്ട്. ഇസ്ലാമിസ്റ്റുകളും ഇവിടുത്തെ ഈ ക്രിസ്ത്യൻ സഭകൾ, ചില സഭകൾ അടക്കം വളരെ നിശിതമായിട്ടാണ് ഹിന്ദുക്കളെ വിമർശിച്ചിട്ട് ഇപ്പോഴും അവർ അത് വിമർശിക്കുന്നു. അതിനെതിരെ ചോദ്യം ചെയ്തു കഴിയുമ്പോൾ അതൊന്നിങ്ങനെ വർഗീയതയാകുന്നു. ഇനി അത് വർഗീയതയാണെങ്കിൽ അതാണ് പുതിയ നിലപാടെന്ന് അവർ മനസ്സിലാക്കണം. കാരണം ഇനി ഇന്ത്യയിൽ ഇതാണ് നിലപാട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി മുമ്പോട്ട് പോകാം. മറ്റുള്ളവന്റെ മതത്തെ, ആചാരത്തെ ചോദ്യം ചെയ്യുക, ഇല്ല അത് തകർക്കാൻ ഇനി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പല രൂപത്തിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകും. അതുകൂടെ താങ്ങാനുള്ള ശേഷി ഉണ്ടാകണം. അതല്ലാതെ വർഗീയത കുന്തോന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ ആരും കേൾക്കാനില്ല. അങ്ങനെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ ഉണ്ടാകണമായിരുന്നില്ലല്ലോ. ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കണമായിരുന്നല്ലോ. ജോൺ മുട്ടാസ് കുറഞ്ഞ വർഷം ആഭ്യന്തരമന്ത്രി ആയിരിക്കണമല്ലോ. പിണറായി വിജയൻ പ്രധാനമന്ത്രി ആയിരിക്കണമല്ലോ. ഇതൊന്നും സംഭവിച്ചില്ല. ഒരു മൂലയ്ക്കോട്ട് ഒരു പ്രസ്ഥാനം ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതരം എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ഇന്ത്യയിൽ 100 സീറ്റ് പോലും തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉയർത്തിയതെല്ലാം തെറ്റായിരുന്നു എന്നല്ലേ? അതോ ബഹുഭൂരിപക്ഷം ഈ BJP കയറ്റിയവരെല്ലാം മന്ദബുദ്ധികളാണ് എന്നുള്ളതാണോ? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡയലോഗുകൾ ഇനി നിങ്ങൾ നിർത്തുക. പകരം നിങ്ങൾ ചെയ്യേണ്ടത് സ്നേഹപൂർവ്വം എല്ലാവരുമായിട്ടും ഇടപെട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത് കൊണ്ടോ നിങ്ങൾ വർഗീയവാദി ഇപ്പൊ ഞങ്ങളെയും വർഗീയവാദി എന്ന് വിളിച്ച്, എന്നെയൊക്കെ പണ്ടോട്ട് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. കാരണം ഞാനൊരു വർഗത്തിൽ പെടുന്ന ആളാണ്, ഞാൻ അതിനു വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. എനിക്കെങ്ങനെ മാറ്റി പറയാൻ കഴിയും? അപ്പം അതുകൊണ്ട് അങ്ങനെ പറയുന്നതൊന്നും എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ പോവുക, എല്ലാവരുടെ സമരസത്തിൽ പോകുക. അല്ല നിങ്ങളെല്ലാ പോക്കൃത്തരം കാണിച്ചു വെക്കുന്നു, മറ്റവരത് ചോദ്യം ചെയ്യുകയോ തടയുകയോ ചെയ്താൽ ഇനി അവരും നിങ്ങൾ കാണിച്ച അതേ വഴി നോക്കട്ടെ. ഈ രാജ്യത്തെ ഹിന്ദുക്കളെല്ലാം കൂടെ നാളെ മതപരിവർത്തനത്തിന് ഇറങ്ങാണെന്ന് വെച്ചു. ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും ആൾക്കാരെ ബലം പ്രയോഗിച്ചും മറ്റു രീതിയിലും ആ ഹിന്ദു മതത്തിലേക്ക് ചേർക്കാൻ ശ്രമിച്ചാൽ എന്താകും ഈ രാജ്യത്തിന്റെ അവസ്ഥ? പ്രണയം നടിച്ചായാലും പാൽപ്പൊടി കൊടുത്തായാലും എന്തെങ്കിലും വ്യാജ വാഗ്ദാനം നൽകിയായാലും ഒക്കെ ശ്രമിച്ചാൽ എന്താകും അവസ്ഥ? വട്ടപൂജ്യമാകില്ലേ മറ്റ് എല്ലാ മതങ്ങളും? കാരണം ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുന്ന ഈ ആനയെ ഉണർത്താതിരിക്കുക. ഉണർത്തിയാൽ അത് എഴുന്നേറ്റാൽ വലിയ പ്രശ്നമാണ്.
അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഈ രാജ്യത്ത് 80% ഒരു ബഹു ഇതാണ്. നിങ്ങൾ പറയുന്നിടത്തല്ല, നിങ്ങൾ പറഞ്ഞതൊന്നും അവർ പണ്ടുകാലം തൊട്ടേ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ വേദങ്ങളെ പണ്ട് തൊട്ടേ തെറ്റിദ്ധരിപ്പിച്ചു, അതും അവർ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അവർ അനങ്ങാതിരിക്കുന്നു, സഹിഷ്ണുത ഉള്ളതുകൊണ്ടും പാവങ്ങളായതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി അവർ പൊട്ടന്മാരാണെന്ന് കരുതി വീണ്ടും വീണ്ടും അവരുടെ ആക്രോശം ചെല്ലുമ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്നവൻ എഴുന്നേറ്റ് ചിലപ്പോൾ രണ്ടെണ്ണം തന്നിരിക്കും. അത് സ്വാഭാവികം മാത്രമാണ്. മേടിച്ച് കൂട്ടുക എന്നുള്ളതല്ലാതെ കവിഞ്ഞ് നിങ്ങൾ ഈ മതേതരം പറഞ്ഞാലോ കരഞ്ഞു മെഴുകിയാലോ ഒരാൾ നിങ്ങളുടെ ഒപ്പമില്ല. അത് നമ്മൾ കണ്ടതാണ്. ഛത്തീസ്ഗഡിലെ സംഭവത്തിന് എത്ര പേര് BJP തന്നെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. ആ കേസിൽ ആരും പിന്തുണച്ചില്ലല്ലോ, ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചില്ല, വെട്ടിപ്പിണില്ല. ഇതാണ് കയ്യിലിരിപ്പ് നന്നായ എല്ലാവരും കൂടെ കാണും. അല്ലാതെ നിങ്ങൾ BJP എന്നോ സംഘപരിവാർ എന്നോ ഹിന്ദു വർഗീയത എന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്നേഹത്തിൽ പോകുമ്പോൾ എല്ലാവർക്കും നല്ലതാണ്. അതായത് ഒരു ഗീവ് ആൻഡ് ടേക്ക്, ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാവരും എടുക്കണം. അതല്ല ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയും നിങ്ങളതെല്ലാം അനുസരിക്കാൻ വിധേയരാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്ന് മാറ്റുന്നു, അന്ന് ഈ പറയുന്നവർക്കൊക്കെ സമാധാനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ രാഷ്ട്രീയക്കാരെ കുറെ അകറ്റി നിർത്തണം, മതത്തിന്റെ ആൾക്കാർ. കാരണം അവരുടെ ലക്ഷ്യം വോട്ടാണ്. അവർ വോട്ട് പിടിച്ച് തിരിച്ചു പോകും. തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഒന്നും ശുഷ്കാന്തി തോറ്റു കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തേക്ക് കാണത്തില്ല. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.